ഹലോ, ഇനി നമ്മളിതാ ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ ഈ ഒരു മധുരമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനിതാ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച പഴം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതാ സ്റ്റൗവിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പഴം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പഴം വെന്തോന്ന് നോക്കാം. അപ്പോൾ പഴം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അതൊന്ന് ഇത് തുറന്ന് വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്ത് ഒരു ഇഡ്ഡലി ചെമ്പ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളം നന്നായി ചൂടാകുമ്പോഴേക്കും നമുക്ക് പഴം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പഴം ഉണ്ടല്ലോ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടൊന്നുമില്ല കേട്ടോ, കുറഞ്ഞ ചൂടുണ്ട്. എന്തായാലും പതുക്കെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാ എല്ലാതും തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പഴം മുഴുവനായിട്ട് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ, അതിലേക്ക് ഈ ഉടച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ ഈ അരിപ്പൊടി ഉണ്ടല്ലോ, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാ അരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ നമ്മളിത് കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ മുഴുവനും നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിന്താ ഞാൻ നൂലപ്പത്തിൻ്റെ ആ ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മാവുണ്ടല്ലോ, അത് ചെറിയ ഉരുളകളാക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ മാവ് ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഈ മാവ് മുഴുവനും ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇറക്കി വയ്ക്കുകയാണ്. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്തോന്ന് നോക്കണമെങ്കിൽ ഒരു ഈർക്കിളെടുത്തിട്ട് അങ്ങനെ കുത്തി നോക്കിയിട്ട് ആ ഈർക്കിളിയിൽ മാവ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അടുപ്പത്ത് തന്നെ അല്ല ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ നമുക്കിത് ഇറക്കി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ കൊഴുക്കട്ട വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വയ്ക്കാം. ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് 2 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്ക കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട്, ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ ഇതാ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നു, ഒരു മുറി തേങ്ങ മുഴുവനായിട്ടും ചിരകിയിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. ഇനി തീ നല്ലോണം കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിയും. അപ്പോൾ തീ കുറച്ച് വെക്കുക, എന്നിട്ട് ശർക്കര ഉരുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു തേങ്ങയിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലിപ്പോൾ ഒരു 1/2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തേങ്ങയിലേക്ക് ശർക്കരയൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൊഴുക്കട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് പിന്നെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് പിന്നെ ഇട്ട് കൊടുത്താൽ നമ്മൾ ഈ ഒരു കൊഴുക്കട്ടയിൽ തേങ്ങയും ശർക്കരയൊക്കെ ഒന്ന് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ശരിക്കും പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ തേങ്ങയും ശർക്കരയും ഇടാതെയും ഈ ഒരു കൊഴുക്കട്ട അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ആ പ്ലേറ്റിൽ ഒരു വാഴയിലേൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലൊരു വാഴയിലേൻ്റെ ഒരു മണവും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ ഉണ്ടാവും കേട്ടോ. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കിനൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.